നമസ്കാരം. എവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പല എപ്പിസോഡുകളിലായി പല കാര്യങ്ങളും വളരെ ഡെപ്തായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി നാം ഓരോരുത്തരും ആരാണെന്ന്. നാം എല്ലാവരും ചൈതന്യശക്തിയായ ആത്മാവാണെന്നും നമ്മൾ എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനിയും ഇതുപോലുള്ള പല പല കാര്യങ്ങളും വളരെ ഗഹനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനായി നമ്മുടെ കൂടെ ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഉണ്ട്. വെൽക്കം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, ഇപ്പോൾ ഓം ശാന്തി എന്ന് പറയുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പറയുന്ന ഒരു, ഇതിനു മുൻപും ഓം ശാന്തി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ സത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി പറയുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മം ചെയ്യേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ പരമ്പരയിൽ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് ഇപ്പോൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ആംഗിളെ ആറ്റിറ്റ്യൂഡേ മാറിയ ഒരു അവസ്ഥയാണ്. അതായത് എൻ്റെ മുമ്പിൽ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന വ്യക്തികളെയും ഞാൻ കാണുന്ന വസ്തുക്കളെയും ടോട്ടലി ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിസ്റ്റർ. അപ്പോൾ അതന്നെ വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നു സിസ്റ്റർ. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത്തിരി കൺഫ്യൂസ്ഡ്. ഇപ്പോൾ കർമ്മത്തെ പോലെയും സ്വയം ഞാൻ ആരാണെന്നുള്ള ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, പ്രേക്ഷകരുടെ ഉള്ളിലും വന്ന പോലെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈശ്വരനെ കുറിച്ചുള്ള ഒരു അറിവ്. അല്ലേ സിസ്റ്റർ? പലവരും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈശ്വരൻ്റെ പേരിൽ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വിഭാഗീയത നടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ ഈശ്വരൻ ആരാണെന്നുള്ള ഒരു മാർഗനിർദ്ദേശം എങ്ങനെയാണ് സിസ്റ്റർ ലഭിക്കുക? അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കൃഷ്ണ ഭക്തയാണ്. അപ്പോൾ ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നു, എൻ്റെ അച്ഛൻ അയ്യപ്പനെ ആരാധിക്കുന്നു, അമ്മ ദേവി ആരാധിക്കുന്നു. അപ്പോൾ പലവരും പല രീതിയിലുള്ള ആരാധനയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിലൊരു ക്ലാരിറ്റി, കാരണം ഇതെല്ലാവരുടെ മനസ്സിലും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആണെങ്കിൽ വേറെ ആയിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അതെ അതെ പലവരും പല മതസ്ഥരാകുമ്പോൾ അവരുടേതായ രീതിയിലുള്ള ആരാധനയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സിസ്റ്റർ ഇതിനൊരു ക്ലാരിറ്റി ഒന്ന്, കാരണം ഈ കാണുന്ന പ്രേക്ഷകർക്കടക്കം ഇത് ഉള്ളിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു തിരിച്ചറിവ്, അതായത് നമ്മുടെ ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പൊ ഈ മതേതര രാഷ്ട്രമായ ഭാരതത്തില് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എല്ലാ ധർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാനും നമുക്കുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം ധർമ്മത്തിൽപ്പെട്ട എല്ലാവരും ഇഴുകിച്ചേരുന്ന ഒരു ജീവിത ശൈലിയാണ് നമ്മുടേത്. അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുധർമ്മം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിന്ദുധർമ്മത്തിന്റെ സർവശ്രേഷ്ഠ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീതയില് ഭഗവാനുവാചയുണ്ട്. ഭഗവാനുവാച പറയുന്നത് ഈശ്വരനെ കുറിച്ച് പറയുന്നതായിട്ട്, ഞാൻ നിരാകാരനാണ്, ഞാൻ അജന്മാവാണ്, ഞാൻ അകർത്താവാണ്, ഞാൻ അഭോക്താവാണ് എന്നാണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കിയാൽ ഞാൻ നിരാകാരൻ, അതായത് ഈശ്വരൻ പറയാണ് ഞാൻ നിരാകാരനാണ്. നിരാകാരനർത്ഥം ഇതേപോലെ ഒരു സാകാരമായ ശരീരം, സ്ത്രീ പുരുഷൻ, നമുക്ക് ഈ ശരീരമുണ്ട്, നമ്മൾ ആത്മാവ് ശരീരത്തിലാണ്, ഇപ്പോ വേഷമുണ്ട്. പക്ഷെ ഭഗവാനുവാച പരമാത്മാ പറയണത് എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ആകാരം ശരീരമില്ല, സൂക്ഷ്മമോ സ്ഥൂലമായിട്ടുള്ള ശരീരമില്ല, നിരാകാര രൂപമാണ് ഞാൻ, അജന്മാവാണ്, ജന്മം എടുക്കണില്ല, ജനന മരണത്തിലേക്ക് അമ്മയുടെ ഗർഭത്തിലേക്ക് ഒരിക്കലും പരമാത്മാ പ്രവേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ അഭോക്താവാണ്, മീൻസ് ഉപഭോക്താവല്ല. നമ്മൾ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നോ നമ്മൾ കണ്ടുവല്ലോ, അതിനനുസരിച്ചുള്ള ഫലം നമ്മൾ ഭോഗിക്കുന്നു. പക്ഷെ പരമാത്മാ പറയണ ഞാൻ അതേപോലെ സുഖദുഃഖ ഫലങ്ങള് അനുഭവിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ജന്മം എടുക്കുന്നതേ ഇല്ല നമ്മളെ പോലെ, അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മവും ചെയ്യുന്നില്ല. ജന്മം എടുക്കുമ്പോഴല്ലേ കർമ്മം ചെയ്യേണ്ടത്. അതെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഞാൻ നിരാകാരനാണെന്ന് ഭഗവാനുവാചയുണ്ട്. പക്ഷെ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായം തന്നെ നമ്മൾ നോക്കിക്കോളൂ. ഏത് മൂർത്തി രൂപത്തെ നമ്മൾ നോക്കുകയാണെങ്കിലും ഒന്നുകിൽ സ്ത്രീ ഭാവം അല്ലെങ്കിൽ പുരുഷഭാവം, ദേവൻ അല്ലെങ്കിൽ ദേവി ഭാവത്തിലാണല്ലോ നമ്മൾ പൂജ ചെയ്യുക. മൂർത്തി ഒന്നുകിൽ സ്ത്രീ രൂപത്തിലുള്ളതായിരിക്കും, അല്ലെ ദേവരൂപം അല്ലെങ്കിൽ ദേവി രൂപത്തിലുള്ളതാണ്, അല്ലേ? പക്ഷെ ഭഗവാൻ പറയണ ഞാൻ നിരാകാരനാണ്. അപ്പൊ നിരാകാര രൂപത്തിൽ നമ്മൾ ഭഗവാനെ എവിടെയാണ് പൂജ കൊടുക്കണേ? നിരാകാര രൂപത്തിലുള്ള, അതെ, അതായത് ദേവഭാവമോ ദേവീഭാവമോ ഇല്ലാത്ത
ഒരു പൂജ. നമ്മള് ശിവലിംഗത്തിന് ഒരു രൂപമില്ലല്ലോ. ശിവലിംഗത്തിന്റെ പൂജ സ്ത്രീയോ പുരുഷനോ ഉള്ള രൂപമില്ലല്ലോ. ഇല്ല. ശിവലിംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരാകാര രൂപമാണ്. നിരാകാര രൂപത്തിലുള്ള പൂജ ശിവലിംഗത്തിൽ മാത്രമാണ് നമ്മൾ നിരാകാര പൂജ കൊടുക്കുന്നത്. ബാക്കി എല്ലാ മൂർത്തികളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിയില് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപത്തിലാണ്. പക്ഷെ ശിവലിംഗ പൂജയുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചരിത്രം പറയണത്, ശിവലിംഗ പൂജ നമ്മൾ ആരംഭിക്കുന്നത് വിക്രമാദിത്യ രാജാവിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. ഒരിക്കലും വിക്രമാദിത്യ രാജാവ് ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നില് ഈശ്വരന്റെ ദർശനം ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് ഈശ്വരനെ ദർശിക്കാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, എങ്ങനെയാണോ പൗർണമി ദിവസം നിലാവിന്റെ നിറം തൂവെള്ള നിറം, അപ്പൊ ആ തൂവെള്ള നിറത്തില് ഒരു ജ്യോതി അദ്ദേഹത്തിന് മുന്നില് പ്രത്യക്ഷയായി. എങ്ങനെയാണോ നമ്മൾ സാധാരണ നിലവിളക്ക് കൊളുത്തുമ്പോ വെളിച്ചം ദീപം എപ്പോഴും ഒരു ഓവൽ ഷേപ്പിലാണല്ലോ അണ്ഡാകൃതിയിൽ, അതേപോലെ ഒരു ദിവ്യമായ ജ്യോതി സ്വരൂപം, പ്രകാശ സ്വരൂപം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായി. അപ്പോ ആ ജ്യോതി സ്വരൂപത്തെ അദ്ദേഹം എത്ര സമയം കണ്ടു, ആ ജ്യോതിയിൽ നിന്ന് അദ്ദേഹത്തിന് പരമാനന്ദം ലഭിച്ചു എന്നാണ് പറയണത്. പരമമായ ആനന്ദം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ സുഖം, അതീന്ദ്രിയമായ സുഖം. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, രാജകാലഘട്ടത്തിൽ ഒരിക്കലും പോലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത സുഖം, ആ സന്തോഷം, ആ ആനന്ദം, ആ സുഖം അദ്ദേഹത്തിന് ആ പ്രകാശ സ്വരൂപത്തില് ഈശ്വരന്റെ ദർശനത്തിലൂടെ ഉണ്ടായി എന്നാണ് പറയണത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ആ ജ്യോതിസ് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് അപ്രത്യക്ഷയായി. അപ്പൊ ആ ജ്യോതി അപ്രത്യക്ഷമായ സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ചു, ഞാൻ കണ്ട ഈ വെളിച്ചം, ഈ പ്രകാശത്തെ എനിക്ക് എപ്പോഴും കാണണം, ഈ സുഖം എനിക്ക് എപ്പോഴും അനുഭവിക്കണം, ഈ പരമാനന്ദം എനിക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ അനുഭവം കൊട്ടാര നിവാസികളോട് എല്ലാവരോടൊപ്പം ഷെയർ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം കൊട്ടാര നിവാസികളിൽ ഒരാള് അദ്ദേഹത്തിന് മുന്നില് വജ്രം കൊണ്ട്, അദ്ദേഹം വർണ്ണിച്ചതുപോലെ വജ്രം കൊണ്ട് ഓവൽ ഷേപ്പിൽ ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് രാജാവിന് മുന്നിൽ വെച്ചു. അപ്പൊ വജ്രത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അതിൽ നിന്ന് എപ്പോഴും ലൈറ്റ് പ്രകാശം, റിഫ്ലക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, വജ്രത്തിന്. അപ്പൊ ആ വജ്രത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശം കണ്ട സമയത്ത് രാജാവിന് താൻ കണ്ട ഈ ആ ജ്യോതിസിന്റെ ദർശനം വീണ്ടും സ്മൃതി ഉണർന്നു. കാരണം അദ്ദേഹം ഈശ്വരനെ ദർശിച്ചതും പ്രകാശ രൂപത്തിലാണ്. അപ്പൊ ഈ വജ്രത്തിൽ നിന്നാണ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ വന്ന സമയത്ത് ആ ജ്യോതി സ്വരൂപത്തിന്റെ സ്മൃതി ഉണർന്നു. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചു, ഇത് കൊള്ളാം, അപ്പൊ എനിക്ക് എപ്പോഴും ആ ജ്യോതിയുടെ ആ ദർശനത്തിന്റെ ഓർമ്മ ഉണർത്താൻ ഇത് സഹായിക്കും. അപ്പൊ അദ്ദേഹം അങ്ങനെ കൊട്ടാരത്തിലിരിക്കെ, രാജദർബാറിലിരിക്കെ, സിംഹാസനത്തിലിരിക്കെ സദാ കാണത്തക്ക രീതിയിൽ ആ ഓവൽ ഷേപ്പിലുള്ള ജ്യോതി സ്വരൂപത്തെ, വജ്രം കൊണ്ടുള്ള രൂപത്തെ സൂക്ഷിച്ചു വെച്ചു. അതിനു ചുറ്റും മനോഹരമായ ഒരു മണിമന്ദിരം പണിതു അതിനെ സൂക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ആ മനോഹര മണിമന്ദിരത്തിന്റെ നിർമ്മാണത്തിന് പറയണേ, അദ്ദേഹത്തിന്റെ രാജകാലഘട്ടത്തിലെ സമ്പാദ്യം മുഴുവൻ വജ്രവും വൈഢൂര്യങ്ങളും കൊണ്ടാണ് ആ മനോഹര മണിമന്ദിരം തയ്യാറാക്കിയതെന്നാണ് പറയണത്. അങ്ങനെ ആ വജ്രം കൊണ്ടുള്ള രൂപത്തിന് ആ മണിമന്ദിരത്തിൽ സൂക്ഷിക്കുകയും ആ മണിമന്ദിരമാണ് ആദ്യത്തെ ക്ഷേത്രം. അതാണിന്ന് നമ്മൾ അറിയപ്പെടുന്ന സോമനാഥ ക്ഷേത്രം ഗുജറാത്തിലെ. അതാണ് ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രങ്ങളുടെ ചരിത്രം തന്നെ നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരേയൊരു ജ്യോതിസിനെ, ആ ജ്യോതിയെ പൂജിക്കുന്ന ആ ശിവലിംഗം എന്നുള്ള ശബ്ദം തന്നെ യഥാർത്ഥത്തിൽ വന്നത് വിക്രമാദിത്യ രാജാവ് ആ ജ്യോതി സ്വരൂപത്തിന്റെ ആ സിംബലിനിട്ട പേരാണ് ശിവജ്യോതിർലിംഗം. യെസ്, ശിവ മീൻസ് മംഗളകാരി, ജ്യോതി അർത്ഥം പ്രകാശം, ലിംഗ അർത്ഥം അടയാളം. അതായത് ശിവന്റെ അടയാളം ജ്യോതിയാണ്. ശിവനർത്ഥം സർവർക്കും മംഗളം ചെയ്യുന്ന. സർവർക്കും മംഗളം ചെയ്യുന്നത് ആരാണ്? ഈശ്വരനാണല്ലോ. അപ്പൊ ഈശ്വരന്റെ രൂപം ജ്യോതിയാണ്. ഈശ്വരൻ ജ്യോതി സ്വരൂപമാണ്. ശിവനർത്ഥം മംഗളം അല്ലേ? അതെ, മംഗളം ചെയ്യുന്ന ആള്, നന്മ ചെയ്യുന്ന ആള്. അപ്പോ ശിവൻ, അതായത് സർവർക്കും മംഗളം ചെയ്യുന്ന ആള്, ഈശ്വരന്റെ രൂപം ജ്യോതിസാണ്. ആ ജ്യോതി സ്വരൂപൻ എന്നുള്ള അർത്ഥത്തിലാണ് ശിവ ജ്യോതിർലിംഗം അദ്ദേഹം
ആ രൂപത്തിന് നാമകരണം ചെയ്തു. അങ്ങനെ പിന്നീട് എപ്പോൾ രാജാവിന് ഏകാന്തതയിൽ പോയി ഇരിക്കണമോ അദ്ദേഹം എപ്പോഴും ആ ശിവജ്യോതിർലിംഗത്തിന് മുന്നിൽ, ആ മനോഹര മണിമന്ദിരത്തിന് മുന്നിൽ ഇരിക്കുമായിരുന്നു. പിന്നീടാണ് നമ്മൾ പണ്ട് പറയില്ലേ, പണ്ടെല്ലാം യഥാ രാജ തഥാ പ്രജ എന്നുള്ളതാണ്. രാജാവ് എന്ത് സിസ്റ്റം ഫോളോ ചെയ്യുന്നു അത് തന്നെ പ്രജയും ഫോളോ ചെയ്യും. അപ്പൊ രാജാവ് ധ്യാനത്തിനും ഏകാന്തതയ്ക്കും വേണ്ടി ശിവജ്യോതിർലിംഗത്തിന് മുന്നിലിരിക്കുമായിരുന്നു. പിന്നീട് നാട്ടിലെല്ലാ പ്രജകളും അതേപോലെ ചെയ്തു. പിന്നെ പ്രജകള് എല്ലാവരും ശിവജ്യോതിർലിംഗത്തിന് മുന്നിൽ വരുന്ന സമയത്ത് അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് ജ്യോതിർലിംഗത്തിൽ പൂക്കളർപ്പിക്കാനും ധാരയർപ്പിക്കാനും എല്ലാം ആരംഭിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഭക്തിയുടെ ആരാധനാക്രമങ്ങൾ ആരംഭിക്കണം. പിന്നീട് ഈ വാർത്ത നാട് മുഴുവൻ പരക്കുകയും ഭാരതത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാവരും അവരവരുടെ രാജ്യത്തോട് ചേർന്ന് മനോഹരമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങള്, വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടും ഉണ്ടാക്കിയ ജ്യോതിർലിംഗങ്ങൾ വെച്ച് മനോഹരമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ്, അതിപുരാതന ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ഇന്നും നമ്മുടെ വിശ്വപ്രസിദ്ധമായ ഭാരതത്തിലെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്ന 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ സുപ്രസിദ്ധമാണല്ലോ. അതെ. അപ്പൊ നമ്മൾ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിലും ആ ഒരേയൊരു ജ്യോതിസിന്റെ ഏകദൈവ ആരാധന, ശിവ ആരാധന, ശിവലിംഗ പൂജ, ആ ജ്യോതിർലിംഗ പൂജയാണ് ആദ്യം ചെയ്തത്. ആ ശിവ ജ്യോതിർലിംഗം എന്നുള്ള വാക്കാണ് പറഞ്ഞു ഇന്ന് നമ്മള് ശിവലിംഗം എന്ന് സൗത്തിൽ പറയും. പക്ഷെ നോർത്തിൽ എല്ലാരും ജ്യോതിർലിംഗം എന്നേ പറയുള്ളൂ. ജ്യോതിർലിംഗ ക്ഷേത്രം ആ ഈശ്വരന്റെ ചൈതന്യത്തെ പ്രകാശ രൂപത്തിലുള്ള പരമാത്മാവിന്റെ സിംബലൈസേഷനാണ് യഥാർത്ഥത്തില് വജ്രം കൊണ്ടുണ്ടാക്കപ്പെട്ട, വൈഡൂര്യം കൊണ്ടുണ്ടാക്കപ്പെട്ട ആ ശിവലിംഗം. പക്ഷെ പിന്നീട് എന്തായി, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങി, വജ്രങ്ങളും വൈഡൂര്യങ്ങളും കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങി. അത് കാരണമാണ് പിന്നീട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ശിവക്ഷേത്രങ്ങളാണെങ്കിൽ പോലും ശിവലിംഗം വജ്രവും വൈഡൂര്യവും ഒക്കെ മാറിയിട്ട് അവ ശിലകൾ കൊണ്ട് നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി. അതെ. അപ്പൊ യഥാർത്ഥത്തില് ജ്യോതിയുടെ ആരാധനയാണ് നമ്മൾ ചെയ്തത്. ഈശ്വരനർത്ഥം ആ പ്രകാശ രൂപിയാണ്. അതെ. ഈശ്വരനായിരിക്കാം നമ്മൾ ഈ പള്ളികളുടെ ചുമരിലൊക്കെ കാണാറുണ്ടല്ലോ. അതെ, ഈശ്വരൻ വെളിച്ചമാണ് അല്ലെ, നമ്മളൊക്കെ കാണാറുണ്ട്. ദൈവം വെളിച്ചമാകുന്നു എന്ന് എഴുതി വെച്ചിട്ട്. അപ്പോ നമ്മൾ ക്രിസ്ത്യൻ ധർമ്മത്തിലേക്ക് നോക്കുകയാണെങ്കിലും ആ വെളിച്ചത്തെയാണ് ആരാധിക്കണം, ആ പ്രകാശത്തെയാണ് യഹോവ എന്ന് പറയണത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഹിന്ദു ധർമ്മത്തില് നിലവിളക്ക് കൊളുത്തി വെക്കും. നിലവിളക്കിലും കാണുന്നത് എന്താണ്? ദീപമാണ്, ഈശ്വരന്റെ സിംബലൈസേഷൻ. ഇപ്പൊ ഏത് വിശേഷ കാര്യത്തിനാണെങ്കിലും നമുക്കറിയില്ലേ, വിളക്ക് കൊളുത്തിയിട്ടാണ് ആരംഭിക്കണം. എന്റെ അർത്ഥം എന്താ? ഈശ്വരനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ ആരംഭിക്കുന്നു. അഗ്നി സാക്ഷി, ഈശ്വര സാക്ഷി എന്നെല്ലാം നമ്മൾ പറയും. അപ്പൊ ഏതൊരു കാര്യം, അതായത് ഒരു മംഗളകാര്യം ആരംഭിക്കുമ്പോൾ വിശ്വമംഗളകാരിയായ പരമാത്മാവിനെ, ഭഗവാനെ സാക്ഷി നിർത്തി ആരംഭിക്കണം, ഈശ്വരന് സമർപ്പണം ചെയ്ത് ആരംഭിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. അപ്പൊ ആ നിലവിളക്കിലെ ദീപവും, യഥാർത്ഥത്തിൽ നിലവിളക്കില് വിളക്ക് വെറുതെ ഇരിക്കുമ്പോൾ അതിന് മഹത്വം ഇല്ലല്ലോ. എപ്പോഴും നമ്മൾ അതിൽ എണ്ണയും തിരിയിട്ട് ദീപം തെളിയിക്കണം. അപ്പോഴാ ദീപത്തിനാണ് മഹിമ. വെറുതെ വിളക്കിരിക്കുമ്പോൾ നമ്മളാരും നമസ്കരിക്കില്ല. അതേസമയം അതിൽ ദീപം കണ്ട അറിയാതെ നമസ്കരിച്ചോ. അപ്പൊ ആ ദീപത്തെയാണ് നമ്മൾ നമസ്കരിക്കണം, വന്ദിക്കണത്. കാരണം ഈ ദീപം, ആ ദീപത്തിന്റെ, ഈശ്വരൻ എന്ന് പറയുന്ന പരമ ചൈതന്യത്തിന്റെ ആ പരമപ്രകാശത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദീപം നമ്മൾ കൊളുത്തണം. അതുകൊണ്ടാണ് ഇപ്പൊ ക്രിസ്ത്യൻ ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പള്ളിയുടെ ചുമരുകളിലെല്ലാം ദൈവം വെളിച്ചമാകുന്ന, അല്ലെങ്കിൽ ഗോഡ് ഈസ് ലൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തും എന്താ ചെയ്യുക? വിളക്ക് കൊളുത്തുന്ന ഹിന്ദു ധർമ്മത്തില്. ക്രിസ്ത്യാനിറ്റിയില് ഒരു മെഴുകുതിരി കത്തിക്കും. നമ്മൾ പള്ളിയിലൊക്കെ അതെ, വിളക്കാകട്ടെ മെഴുകുതിരി ആകട്ടെ, പക്ഷെ പ്രാധാന്യത്തിനാണ്, മഹത്വം ആ ജ്യോതിക്കാണല്ലോ, വെളിച്ചത്തിനാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ക്രൈസ്റ്റിന്റെ ചിത്രം തന്നെ നോക്കിക്കോളും. യേശുക്രിസ്തു എപ്പോഴും മുകളിലേക്ക് ഒരു വിരൽ ചൂണ്ടിയിട്ട് എന്താ പറയാ? ഗോഡ് ഈസ് ലൈറ്റ്. എല്ലാ പോസ്റ്ററുകളിൽ എഴുതി വെക്കുന്ന കണ്ടിട്ടില്ലേ? ദൈവം വെളിച്ചമാകുന്നു. ഒരു വിരൽ എപ്പോഴും മുകളിലേക്കാ ചൂണ്ടണം. ദൈവപുത്രൻ എന്നല്ലേ പറയണ, അല്ലയോ പിതാവേ എന്നാണ് അദ്ദേഹം പറയാ. എപ്പോഴും ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതാ കാണുന്നത്. അപ്പൊ ദൈവം പിതാവാകുന്നു, അല്ലെ പിതാവേ എന്ന് വിളിക്കണോ? ഗോഡ് ഫാദർ എന്നല്ലേ പറയണേ? ദൈവം പിതാവാകുന്നു. അപ്പോ യേശുക്രിസ്തു പിതാവേ എന്ന് വിളിക്കുന്നത് ആ യഹോവയാണ്. ആ യഹോവയാണ് വെളിച്ചെന്ന് പറയണത്. മോസസിന് സാക്ഷാത്കാരം കിട്ടുന്നത് തന്നെ 10 കമാൻഡ്മെന്റ്സ് ലഭിക്കുന്ന സമയത്ത് മലമുകളിലെ കുറ്റിക്കാട്ടിലൊരു വെളിച്ചം കണ്ടു എന്നല്ലേ പറയണത്?
ആ വെളിച്ചത്തിൽ നിന്ന് ആജ്ഞ ലഭിച്ചു എന്നല്ലേ പറയണത്. അപ്പോ അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലും ആ വെളിച്ചത്തെയാണ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട് അല്ലെ, മേലോട്ട് കൈ വിരൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ എന്റെ മുസ്ലിം ധർമ്മത്തിലുള്ള എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരായാലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ ചിത്രങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ ഒരേ ഒരു അള്ളാഹിനെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. ശരിയാണ്. ഇസ്ലാം ധർമ്മത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ശരീരധാരിയുടെ ചിത്രം വെച്ചിട്ട് ആരാധിക്കില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ അള്ളാഹു അരൂപിയാണെന്നാണ്. അരൂപി മീൻസ് രൂപമില്ല. രൂപമില്ല അർത്ഥം ഗീതയിൽ വർണ്ണിക്കും പോലെ നിരാകാരൻ എന്നുള്ള അർത്ഥമാണ്. അതായത് അള്ളാഹു അഥവാ സർവശക്തിവാന് മനുഷ്യനെ പോലെ ഒരു രൂപമില്ല, സ്ത്രീയുടെ പുരുഷന്റെ രൂപമില്ല. ശരിയാണ്. അതേപോലെ ഖുറാനിൽ പറയുന്നുണ്ട് നൂർ അല്ലാഹു എന്ന് പറയും. അല്ലാഹു നൂറാണ്. നൂർ മീൻസ് വെളിച്ചം. അപ്പോ അല്ലാഹു സർവശക്തിവാൻ, ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ്, പ്രകാശരൂപമാണ്. ആ പ്രകാശരൂപൻ എന്നുള്ളതാണ് അരൂപി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥൂലമായ നമ്മളെപ്പോലെ ശരീരത്തിന്റെ രൂപമില്ല. അതുകൊണ്ടാണ് ഒരു ശരീരധാരിയുടെ ചിത്രം വെച്ച് ആരാധിക്കാത്തത്. അല്ലെങ്കിൽ തന്നെ പറയാൻ വേണ്ടി നമ്മൾ പറയില്ലേ, ആ ശക്തി ഒന്നേ ഉള്ളൂ. ഏത് രൂപത്തിലെ ഭാവത്തിൽ നമ്മൾ കണ്ടാലും വിളിച്ചാലും നമുക്ക് എല്ലാവർക്കും അനുഭവം തരുന്നത് ഒരാളാണ്. അപ്പൊ സർവ്വധർമ്മവും നമ്മൾ നോക്കിക്കോളൂ. ഹിന്ദുധർമ്മം ആകട്ടെ, ഇസ്ലാം ധർമ്മം ആകട്ടെ, ക്രിസ്ത്യൻ ധർമ്മം ആകട്ടെ, അതേപോലെ ഏതെല്ലാം മഹാന്മാര് എല്ലാ ധർമ്മങ്ങളിലും നോക്കിക്കോളൂ. ആരെല്ലാം മഹത്വക്കളുണ്ടായോ അവർക്കെല്ലാവർക്കും, ധർമ്മസ്ഥാപകരാകട്ടെ മഹാന്മാരാകട്ടെ, അവർക്കെല്ലാം സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ളതും ആ വെളിച്ചത്തിന്റെയാണ്. ഇപ്പോ സിഖ് ധർമ്മത്തിന്റെ സ്ഥാപകനാണ് ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് എപ്പോഴും എന്താ പറയാ, ഏക് ഓംകാർ എന്നാണ് പറയുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് സദ്ഗുരു അകാലമൂർത്തി. ഈശ്വരൻ ഒന്നേ ഉള്ളത് അകാലമൂർത്തിയാണ്, ഓംകാര രൂപമാണ്, ജ്യോതി സ്വരൂപമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഓംകാരമൂർത്തിയിലേക്കാണ് ചൂണ്ടണത്. അപ്പൊ സർവശക്തിവാനെ എല്ലാ ധർമ്മസ്ഥാപകരും, അതുപോലെ നമ്മളെ ശ്രീബുദ്ധനെ തന്നെ നോക്കുകയാണെങ്കിൽ ശ്രീബുദ്ധന് സാക്ഷാത്കാരം ലഭിക്കുന്നത് ഒരു വെളിച്ചത്തിൽ നിന്നാണ്. ബോധോദയം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തെ അദ്ദേഹം കണ്ടതായിട്ട് പറയണില്ല, ഒരു വെളിച്ചത്തിൽ നിന്ന് സാക്ഷാത്കാരം കിട്ടിയതായിട്ടാ പറയണത്. അല്ലെങ്കിൽ തന്നെ നോക്കിക്കോളൂ, നമ്മളിപ്പോ TV സീരിയല് കാണാം, ബൈബിള് അല്ലെങ്കിൽ ഗീത, ഏതു തരത്തിലുള്ള ദൈവ മതഗ്രന്ഥങ്ങള്, ഈശ്വരീയ പുണ്യഗ്രന്ഥങ്ങളുടെ ചിത്രീകരണം നമ്മൾ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പാർവതി, ചിലപ്പോ ഈശ്വരന്റെ സംഭാഷണം എപ്പോഴും കാണിക്കുന്നത് അശരീരിയായിട്ടാണ്. അത് ശരിയാണ് അല്ലേ? അപ്പൊ ഈശ്വരനെ കാണിക്കുന്ന സമയത്ത് ഒരു വെളിച്ചം ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നതായിട്ടാ കാണിക്കുക അല്ലെ? ഒരു വെളിച്ചം എവിടുന്നോ വരണു, അശരീരി എന്നാ പറയാ. മീൻസ് ശരീരധാരിയല്ല, പക്ഷെ വെളിച്ചം വന്ന് സംസാരിക്കുന്നതായിട്ടാണ് എപ്പോഴും കാണിക്കാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആ യൂണിവേഴ്സൽ ലൈറ്റ് നമ്മളെല്ലാ സ്പിരിച്വൽ ലൈറ്റ്സിന്, നമ്മൾ ലൈറ്റാണല്ലോ, സ്പിരിറ്റ് ലൈറ്റ് ആണല്ലോ, ആത്മാവ് ലൈറ്റ് ആണല്ലോ, ജ്യോതിയാണല്ലോ. ആത്മാവ് എങ്ങനെ, സോൾ എങ്ങനെ ലൈറ്റ് ആയിരിക്കുന്നു, ജ്യോതിയായിരിക്കുന്നു, പ്രകാശമായിരിക്കുന്നു. അതേപോലെ സർവാത്മാക്കളുടെയും മാതാപിതാവാണ് പരമാത്മാ. സർവാത്മാക്കളുടെയും മാതാപിതാവാണ്. അപ്പൊ ആ സർവാത്മാക്കളുടെയും മാതാപിതാവ്, ആത്മാക്കളുടെ അച്ഛൻ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും, ആത്മാക്കളുടെ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും ആത്മാവിനെ പോലെ തന്നെ ഇരിക്കണമല്ലോ. അപ്പൊ നമ്മളെല്ലാ ആത്മാക്കളുടെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെ ഏകദേശം രൂപഭാവം എനിക്കുണ്ടാവും അല്ലേ? പാർവതിയുടെ മാതാപിതാക്കളുടെ തീർച്ചയായിട്ടും ഒരു ഛായ പാർവതിക്കുണ്ടാവും. അതേപോലെ നമ്മളെല്ലാ ആത്മാക്കളുടെയും മാതാപിതാവാണ് പരമാത്മാ. അപ്പൊ ആത്മാവിന്റെ രൂപം തന്നെയായിരിക്കണം പരമാത്മാവിന്റെ. ആത്മാവിന്റെ രൂപം എന്താണ്? പോയിന്റ് ഓഫ് ലൈറ്റ്. അപ്പൊ ആത്മാവ് പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആ ഡിവൈൻ ലൈറ്റ് ആണ്. അപ്പൊ ആ ദിവ്യമായ ജ്യോതി സ്വരൂപം തന്നെയാണ് ആരുടെയും രൂപത്തില് പരമാത്മാവും നമ്മളെപ്പോലെ തന്നെ ജ്യോതി സ്വരൂപമാണ്, പ്രകാശരൂപിയാണ്. ആ പരമപ്രകാശം, ദിവ്യപ്രകാശം, യൂണിവേഴ്സൽ ലൈറ്റ്, അതാണ് സർവാത്മാക്കൾക്കും നാഥൻ അല്ലെങ്കിൽ വിശ്വനാഥൻ എന്ന് നമ്മൾ പറയണം. അതുകൊണ്ട് പറയില്ലേ, ഇപ്പൊ നമ്മൾ ഏത് ഭാവത്തിൽ കാണുകയാണെങ്കിലും, ഇപ്പോ തുടങ്ങിയപ്പോ പാർവതി പറഞ്ഞല്ലോ, ഞാൻ കൃഷ്ണഭക്തിയാണ്, എന്റെ അച്ഛൻ അയ്യപ്പനെ ആരാധിക്കുന്നു. അപ്പോ പാർവതി കൃഷ്ണന്റെ രൂപത്തിൽ ആരാധിക്കുമ്പോഴും, അച്ഛൻ അയ്യപ്പന്റെ രൂപത്തിൽ ആരാധിക്കുമ്പോഴും, അമ്മ ദേവീഭാവത്തിൽ കാണുമ്പോഴും, അല്ലെങ്കിൽ സിസ്റ്റർ ഹനുമാന്റെ രൂപത്തിൽ കണ്ടാലും, അല്ലെങ്കിൽ പാർവതിയുടെ ഫ്രണ്ട് ക്രൈസ്റ്റിന്റെ രൂപത്തിൽ ആരാധിക്കുമ്പോഴും, അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, അപ്പൊ ഏത്
ഭാവത്തിൽ, ഏത് രൂപത്തിൽ നമ്മൾ ഭക്തരെ കാണുന്നോ ഭഗവാൻ അതേ രൂപത്തിൽ നമുക്ക് അനുഭവം തരും. നമ്മുടെ ഭാവനയിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, പക്ഷെ തരുന്നത് ഒരാളാണ്. നമ്മൾ കാണുന്നവരാണ് ഡിഫറെന്റ്. കാണുന്നത് നമ്മുടെ ചിത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളൂ. ബാക്കി സോഴ്സ് ഒന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോഡ് ഇസ് വൺ, ഗോഡ് ഇസ് ലൈറ്റ്, അതായത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ഇങ്ങനെ ഒരു പ്രാക്ടീസിലാണ് പോകുന്നത്. പക്ഷെ ആ ഒന്ന് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം. അപ്പോഴല്ലേ ഈശ്വരന്റെ പേരിലുള്ള ഡിസ്പ്യൂട്ടുകൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ ഒന്ന് ഏതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലേ, അതിന്റെ അഭാവമാണുള്ളത്. അപ്പൊ തിരിച്ചറിവിന്റെ അഭാവം എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പാണല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ സാധാരണ പറയില്ലേ അജ്ഞത എന്ന് പറയുന്നത് ഇരുട്ടാണെന്ന് പറയാനുള്ള കാരണം അതാ. ഇതുവരെ യഥാർത്ഥ നോളജ്, യഥാർത്ഥ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുന്നില്ലയോ, അതുവരെ നമ്മൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ആത്മാവിന്റെ പരിചയം നമുക്കുണ്ടായിരുന്നില്ലയോ. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബോഡി കോൺഷ്യസിൽ വരുമായിരുന്നു. അതും ഒരു അജ്ഞതയായിരുന്നല്ലോ. അത് നമ്മളെ മറയ്ക്കുള്ളിലാണ് വെച്ചിരുന്നത്. ഇതുവരെ നമ്മുടെ മൂന്നാമത്തെ കണ്ണ് അടഞ്ഞു കിടക്കുന്നു. ഈ 2 കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടു. അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്. അതേപോലെ പരമാത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നമുക്ക് സിദ്ധിക്കുമ്പോൾ മാത്രമേ, തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോഴേ നമുക്ക് എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയും. അവരാര് തന്നെയാണോ അവരെ അതേ രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയും. ഇപ്പൊ പാർവതി ഹിന്ദു ധർമ്മത്തിൽ പെട്ട ആളാണെങ്കിലും, ഞാൻ ക്രിസ്ത്യൻ ധർമ്മത്തിൽ പെട്ട ആളാണെങ്കിലും, അടുത്തത് ഇസ്ലാം ധർമ്മത്തിൽ പെട്ട ആളാണെങ്കിലും, നമുക്ക് ഓരോരുത്തരെയും അവരുടെ രീതിയിൽ അവരായിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ, അവരെ അവരായിട്ട് നമുക്ക് അംഗീകരിക്കാനും അവരോടൊപ്പം നമുക്ക് ചേർന്ന് പോകാനും കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, നമ്മൾ ഈ തിരിച്ചറിവ് വേണം. അപ്പോഴല്ലേ നമ്മൾ അറിയുക നമ്മളെല്ലാവരും ഒരേ ഒരു പരമാത്മാവിന്റെ സന്താനങ്ങളാ. വ്യത്യാസം ഏതിൽ മാത്രമേ ഉള്ളൂ? രൂപത്തില്, നമ്മളുടെ റോളില്. രൂപം മീൻസ് ഫിസിക്കൽ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടോ? പക്ഷെ ആത്മാവിന്റെ രൂപം നമ്മുടെ എല്ലാം ആത്മരൂപത്തിൽ നമ്മളെല്ലാം ശരീരം കൊണ്ടല്ലേ ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ. ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാവരിലും ദിവ്യമായ ഊർജ്ജമല്ലേ. ആത്മാവിന്റെ രൂപം ഒരേപോലെ. നമ്മൾ ഇൻഡിവിജ്വൽ സോൾസ് ആണ്, പക്ഷെ എല്ലാരും ആത്മാക്കളാണ് അല്ലേ. ഓരോരുത്തരും ഓരോ ആത്മാക്കളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ആത്മാക്കളുടെ മാതാപിതാവാണ് പരമാത്മ. അതായത് ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മള്. ആ ഒരു ഓരോരോ എപ്പിസോഡ് കഴിയും തോറും ഇപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പരമ്പര ഇപ്പൊ ഇതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. പക്ഷെ ഓരോ എപ്പിസോഡ് കഴിയും തോറും വളരെ പുതിയതും വളരെ ജീവിതത്തില് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ചെറിയ ക്ലാസ്സില് ബേസിക് സ്കൂളിലെ സ്റ്റഡീസിനോടൊപ്പം നമുക്ക് കിട്ടേണ്ട തിരിച്ചറിവാണ്. അങ്ങനെയാണ് ഈ ചെറുപ്പം മുതലേ നമുക്ക് ആ കർമ്മത്തിനോടും ആ ഭാവത്തോടും നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളുടെ ടോട്ടൽ പെരുമാറ്റത്തില് ആ ഒരു ചേഞ്ച് തുടക്കം മുതൽ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും ജീവിതത്തിൽ. അപ്പൊ എന്തായാലും സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും നല്ലതാക്കി നമ്മൾ ചർച്ച ചെയ്തു. അതിന് ഒരുപാട് നന്ദി സിസ്റ്റർ. ഓം ശാന്തി. ഇന്ന് വളരെ പുതിയൊരു കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചത്. നാം എല്ലാവരും കേട്ടിട്ടുണ്ട് ഈശ്വരൻ ഒന്നാണെന്ന്. എന്നാൽ ഈശ്വരൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഏതു മതത്തിൽപ്പെട്ടവരുമായിക്കോട്ടെ, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, എല്ലാ മതസ്ഥാപകരും ഒരേയൊരു ആ വെളിച്ചത്തിലേക്കാണ് കൈ ചൂണ്ടുന്നത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പരമാത്മാവിനെ കുറിച്ചുള്ള ഗഹനമായ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഇമെയിൽ ID shivajyotimedia@gmail.com.